വിക്രം തോമസിന്റെ ഓഫീസിൽ തനിച്ചായി. പോലീസ് ഓഫീസർമാർ മൃതദേഹം കൊണ്ടുപോകാൻ വന്നപ്പോൾ വിക്രം അവരെ അകറ്റാൻ ആവശ്യപ്പെട്ടു. ഡയറിയിൽ കണ്ട താക്കോൽ, മേരിയുടെ ചിത്രത്തിലെ വീട്, അനിലിന്റെ കുറിപ്പിലെ മരണഭീഷണി, തോമസിന്റെ നെഞ്ചിൽ കണ്ട കിങ് ഓഫ് ഡയമണ്ട്സ് ചീട്ട്, ഇതെല്ലാം വിക്രമിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റായി വീശി. നീതിക്ക് മാത്രമേ താക്കോൽ കണ്ടെത്താൻ കഴിയൂ എന്ന തോമസിന്റെ കുറിപ്പ് വിക്രമിന്റെ മനസ്സിൽ മുഴങ്ങി. ഒരു അഭിഭാഷകന്റെ ഓഫീസ്, നീതിയുടെ പ്രതീകം. വിക്രം വീണ്ടും മേശയുടെ അടുത്തേക്ക് നടന്നു. ഒരുപക്ഷെ ഇയാൾ ഇവിടെ എവിടെയെങ്കിലും ഒരു അറയിലോ മറ്റോ ഒളിപ്പിച്ചിട്ടുണ്ടാവാം. വിക്രം മേശ മുഴുവൻ പരിശോധിച്ചു. ഒന്നും കണ്ടില്ല. അപ്പോഴാണ് അയാൾ ചുമരിലുള്ള ഒരു നിയമപുസ്തകങ്ങളുടെ ഷെൽഫ് ശ്രദ്ധിച്ചത്. നീതി എന്ന വാക്ക് അയാളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഒരുപക്ഷേ ഈ പുസ്തകങ്ങളാണ് താക്കോലായിരിക്കാം. വിക്രം പുസ്തകങ്ങൾ ഓരോന്നായി പുറത്തെടുത്തു. പുസ്തകങ്ങളുടെ ഉള്ളിൽ ഒന്നുമില്ല. അപ്പോഴാണ് അയാൾ ഒരു പുസ്തകം ശ്രദ്ധിച്ചത്. കേസ് ഡയറി 2004. 20 വർഷം മുൻപത്തെ ഒരു കേസിന്റെ രേഖകൾ. അത് വർക്കി എഴുതിയ ഡയറിയുമായി ബന്ധമുണ്ടായിരിക്കുമോ? വിക്രം ആ പുസ്തകം പുറത്തെടുത്തു. ഷെൽഫിന്റെ ഉള്ളിൽ ഒരു ചെറിയ അറ തുറന്നുവന്നു. അതിന്റെ ഉള്ളിൽ ഒരു താക്കോൽ ഉണ്ടായിരുന്നു. ആ താക്കോൽ വർക്കിയുടെ ഡയറിയിൽ കണ്ട താക്കോലുമായി സാമ്യമുണ്ടായിരുന്നില്ല. ഇത് ഒരു വീടിന്റെ താക്കോലല്ല, ഒരു പക്ഷേ ഒരു അറയുടെയോ ഒരു കമ്പ്യൂട്ടറിന്റെയോ താക്കോലായിരിക്കുമോ? അപ്പോഴാണ് വിക്രമിന്റെ ഫോൺ വീണ്ടും മുഴങ്ങിയത്. അതേ കമ്പ്യൂട്ടർ ശബ്ദം. മിസ്റ്റർ വിക്രം, നിങ്ങൾ അടുത്ത താക്കോൽ കണ്ടെത്തിയില്ലേ? ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അടുത്ത ഇരയാണ്. അടുത്ത ഇര ഒരു വ്യാപാരിയാണ്, പക്ഷേ അവൻ പണം കൊണ്ട് നീതിയെ ചവിട്ടിമെതിച്ചവനാണ്. അവനാണ് ഈ കളിയുടെ അവസാന കണ്ണി. അവന്റെ ജീവിതം ഒരു സുവർണ കൂടാണ്. ഫോൺ കട്ട് ചെയ്തു. വിക്രം വേഗത്തിൽ ചിന്തിച്ചു. വ്യാപാരി, പണം, നീതിയെ ചവിട്ടിമെതിച്ചവൻ, സുവർണക്കൂട്. ഇത് രാഘവനെക്കുറിച്ചാണ്. രാഘവൻ ഒരു റിസോർട്ട് ശൃംഖലയുടെ ഉടമയാണ്. സുവർണക്കൂട് എന്ന വാക്ക് വിക്രമിന്റെ മനസ്സിൽ ഒരു മിന്നൽപ്പിണർ പോലെ കടന്നുപോയി. പണക്കാർക്ക് താമസിക്കാൻ കഴിയുന്ന വലിയ റിസോർട്ടുകൾ, അത് ഒരു സുവർണക്കൂടിലെ. വിക്രം തന്റെ പോക്കറ്റിലിരുന്ന താക്കോലെടുത്തു. അത് കമ്പ്യൂട്ടർ മെമ്മറി കാർഡിന്റെ രൂപത്തിലായിരുന്നു. വിക്രം സുനിലിനെ വിളിച്ചു. സുനിൽ, നിങ്ങൾ രാഘവന്റെ റിസോർട്ടുകളുടെ രേഖകൾ നോക്കണം. ഉടൻ തന്നെ ഒരു സെർച്ച് വാറന്റ് സംഘടിപ്പിക്കണം. അവസാന കളിക്കാരനായ രാഘവന്റെ അടുത്തേക്ക് വിക്രം തിരിച്ചു. അയാൾക്ക് മനസ്സിലായി, ഈ കളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഈ കളിയുടെ അവസാന കണ്ണി രാഘവനാണോ?